പേര് മീര. സ്റ്റഡി സ്മാർട്ട് ഇംഗ്ലീഷിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു വൈൻഡ് അപ്പ് സെഷനാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് റൂൾസ് എല്ലാം കണ്ടു, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ കുറച്ച് ടിപ്സും ട്രിക്സും നമ്മൾ റൂൾസും പഠിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ വർക്കൗട്ടൊക്കെ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ട്രിക്സ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ട്രിക്സ് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് ട്രിക്സ് ആണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. കൂടാതെ റൂൾസും ചിലപ്പോൾ അതിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നു എന്ന് വരാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഉപയോഗപ്രദമാകുന്ന 5-6 ട്രിക്സ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഫസ്റ്റ് ഒരു സെക്ഷൻ ഞാൻ എടുത്തിരിക്കുന്നത് 3 ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ചോദ്യം ഞാൻ പറയാം. അത് 3 റിലേറ്റഡ് ആണ്. ഒരേ റൂൾ അല്ലെങ്കിൽ ഒരേ ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു സെക്ഷനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓൾ ഓഫ് യു ആർ കൺവിക്ട്. ഇതിൻ്റെ ടാഗ് വന്നിരിക്കുന്നത് aren't you. ഓൾ ഓഫ് യു ആർ കൺവിക്ട്, aren't you. ഓക്കെ, അപ്പോൾ ഈ ഓൾ ഓഫ് യു അങ്ങനെയുള്ള കോമ്പിനേഷൻസ് വരുമ്പോഴത്തേക്കും യു പ്രോനൗൺ ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഓൾ ഓഫ് യു എന്ന് വരുമ്പോൾ നമുക്കറിയാം ഓൾ എന്താണ്, പോസിറ്റീവ് ആണ് അല്ലേ. ഒരു പോസിറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് സെൻസിൽ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഓൾ എന്ന വാക്കാണ്. ഓക്കെ, ഓൾ ഓഫ് യു ആർ കൺവിക്ട്. അപ്പോൾ ഓൾ ഒരു പോസിറ്റീവ് സെൻസിനെ സൂചിപ്പിക്കുന്നു. ഓൾ ഓഫ് യു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ടാഗിൽ ഏതായിരിക്കും, ഏത് പ്രോനൗൺ ആണ് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ വരാം. യുയിൽ കൂടുതൽ വരില്ല, കാരണം യു വരുമ്പോൾ aren't you എന്ന് തന്നെയാണ് വരുന്നത്. ഇവിടെ ആണ് ഹെൽപ്പിംഗ് വേർബായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ പോസിറ്റീവ് ആണ് സെൻറ്റൻസ്, അപ്പോൾ നെഗറ്റീവ് ടാഗ് കൊടുക്കണം. അപ്പോൾ aren't കൊടുക്കുന്നു. കൂടാതെ യു എന്ന പ്രോനൗൺ തന്നെ എടുത്തെഴുതുന്നു. അപ്പോൾ യു വരുമ്പോൾ നമ്മൾ യു തന്നെയാണ് എവിടെയും എഴുതുന്നത്, ക്വസ്റ്റ്യൻ ടാഗിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ യു വരുമ്പോഴത്തേക്ക് ഓൾ ഓഫ് അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസിൽ യു വരുമ്പോൾ യു തന്നെയാണ് ടാഗിലും വരിക. അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞു തരാം. നൺ ഓഫ് us have gone there, have we. ഓക്കെ, ഇവിടെ ഈ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സെന്റൻസ് നമ്മളൊന്ന് മാറ്റിയെടുത്ത് നോക്കുകയാണെങ്കിൽ നൺ ഓഫ് us have gone there. ഓക്കെ, നൺ ഓഫ് us ഇവിടെ us ആണ് ഇവിടെ എന്തായിട്ട് കൊടുത്തിരിക്കുന്നത്, us ആണ് നമ്മളിവിടെ പ്രോനൗൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അസ് വന്നിരിക്കുന്നത് കാരണം നമുക്കൊരു കൺഫ്യൂഷൻ വരാം. ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യേണ്ടത്, ഏത് പ്രോനൗൺ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ അസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺ ആണ് വി, അസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിയും അസും ഒരു ചെറിയ ഡിഫറൻസിൽ മാത്രം മാറ്റി നിർത്താൻ പറ്റുന്ന 2 പ്രോനൗൺസ് ആണ്. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആണ്, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ നൺ ഓഫ് അസിന് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നൺ ഓഫ് അസ്. ഓക്കെ, അസിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി ഈ അസിൻ്റെ വി എന്ന ഫോമാണ് നമ്മളിവിടെ ടാഗിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ അസും വിയും തമ്മിലുള്ള വ്യത്യാസം? ഈ അസും വിയും 2 പേരും ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺസ് ആണ്. ഇനി ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സണിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് ഒന്ന് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ ക്ലിയർ ആകുന്നതായിരിക്കും. ഓക്കെ, എന്നാലും ഞാനിവിടെ പറഞ്ഞു തരാം, ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാം. ഈ അസും വിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. 2 പേരും ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺസ് ആണെന്ന് പറഞ്ഞു. ഇതിൽ വി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിട്ടാണ്, സബ്ജക്റ്റ് ഓഫ് എ വേർബ് ആയിട്ടാണ്. ഒരു വെർബിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് വിയും, അസിനെ നമ്മൾ എപ്പോഴും ഓബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഈ അസും വിയും തമ്മിലുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം തന്നെയാണ് നമുക്കിവിടെ ടാഗിൽ വേണ്ടതും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, നൺ ഓഫ് അസ് എന്ന് പറഞ്ഞപ്പോൾ അസ് ഓബ്ജക്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വി ഉപയോഗിക്കാഞ്ഞത്. ഓക്കെ, അപ്പോൾ വി എന്തുകൊണ്ടാണ് ഉപയോഗിക്കാഞ്ഞത് എന്ന കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിയർ ആയില്ലേ?
ഓക്കെ, അല്ലെങ്കിൽ നൺ ഓഫ് വി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ അസ് ആണ് എപ്പോഴും ഒബ്ജക്റ്റിൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് നൺ ഓഫ് അസ് എന്ന് പറഞ്ഞത്. ഇനി ഹാവ് വി എന്ന ടാഗിൽ കൊടുക്കാൻ കാര്യം സബ്ജക്റ്റിൽ എപ്പോഴും അസ് പറയാറില്ല, വി ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, രണ്ടുപേരും എന്ത് തന്നെയാണ്? ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നൺ ഓഫ് അസ് വന്നു കഴിഞ്ഞാൽ ടാഗിൽ വി കൊടുക്കണം. ഇനി വെർബ് ഫോം ഹാവ് ആണ്, ഹാവ് തന്നെ കൊടുത്തിരിക്കുന്നു. കാരണം നൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ, അതുകൊണ്ടാണ് പോസിറ്റീവ് ടാഗ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. നൈദർ ഓഫ് ദം ഈസ് ഗുഡ്, ആർ ദേ? ഓക്കെ, അപ്പോൾ ഈ നൈദർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഈ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് സെന്റൻസിൽ എന്ത് ടാഗ് വരണം? പോസിറ്റീവ് ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ ആ ട്രിക്കിന്റെ ഏരിയ നമുക്ക് എടുക്കാം. നൈദർ ഓഫ് ദം ആണ്. ഈ ദമ്മും ഈ വി അസ് എന്ന കോമ്പിനേഷൻ പറഞ്ഞതുപോലെ ദം ദേ എന്ന കോമ്പിനേഷനിലും ഈ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കാറുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലത്തെ രീതിയിൽ തന്നെയാണ് ഇത് രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ദം ആൻഡ് ദേ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ്. ഓക്കെ, തേർഡ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺസ് ആണ്. പക്ഷേ ഇതിനകത്ത് ദേ എന്തായി ഉപയോഗിക്കുന്നു? എപ്പോഴും സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ദം എപ്പോഴും ഓബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ വി യു അസിൻ്റെയും കാര്യം പറഞ്ഞതുപോലെ തന്നെയുള്ള ഡിഫറൻസ് ആണ് ഈ കാര്യത്തിലും ഉള്ളത്. അപ്പോൾ നമ്മളത് ജസ്റ്റ് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നൈദർ ഓഫ് ദം ഈസ് ഗുഡ്, ആർ ദേ. അപ്പോൾ ദേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വെർബ് എന്തായിരിക്കണം? അതും പ്ലൂറൽ ആകണ്ടേ? ദേ പ്ലൂറൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ കൊടുക്കുന്ന വെർബും പ്ലൂറൽ ആകണം, അതുകൊണ്ട് ആർ വന്നിരിക്കുന്നു. അപ്പോൾ നൈദർ ഓഫ് ദം ഈസ് ഗുഡ്, ആർ ദേ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്ത് റൂൾ, എന്ത് കാര്യം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിഫറൻസ് ആ പ്രോനൗൺ മാറ്റി ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഈ കാണുന്ന ബോക്സിൽ എഴുതിയിരിക്കുന്നതാണ്. അതായത് യു, ഓൾ ഓഫ് യു അങ്ങനെയൊക്കെ വരുമ്പോൾ യു വരുമ്പോൾ ടാഗിൽ ഏത് പ്രോനൗൺ തന്നെ കൊടുക്കണം? യു തന്നെ കൊടുക്കണം. ഓൾ ഓഫ് യു അങ്ങനെയുള്ള കോമ്പിനേഷൻസ് വരുമ്പോൾ. ഓക്കെ, ഇനി അസ് ആണ് വന്നിരിക്കുന്നത്, നൺ ഓഫ് അസ് അങ്ങനെയാണ് വന്നിരിക്കുന്നതെങ്കിലോ നമ്മൾ എന്ത് കൊടുക്കുന്നു? വി കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ ദം ആണെങ്കിൽ നൈദർ ഓഫ് ദം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു? ദേ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രിക്കിലൂടെ ഈ ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ റൂളും പഠിച്ചു, അതിൻ്റെ ട്രിക്കും പഠിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസും മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഒരു സെറ്റ് ഓഫ് എക്സാമ്പിൾസിലോട്ട് പോകാം. ഓക്കെ, ഇനി നോക്കേണ്ടത് അടുത്ത 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതുപോലെയുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. രാം സ്റ്റഡീസ് ഹാർഡ്, ഡസൻ ഹി? ഇത് നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് അറിയാം. പക്ഷെ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ ഈ ഡസും ഡൂ ഒക്കെ എങ്ങനെ യൂസ് ചെയ്യും, എങ്ങനെ അത് കണ്ടുപിടിക്കും, സ്പ്ലിറ്റ് ചെയ്യുന്ന മെത്തേഡ്, അതിലൊക്കെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പൊതുവേ ചെയ്യുന്നത് എന്താണ്? രാം സ്റ്റഡീസ് ഹാർഡ്. അപ്പോൾ ഈ സ്റ്റഡീസ് എന്താണ്? സ്റ്റഡീസിനെ നമ്മൾ ഇതിനകത്ത് ഓക്സിലറി വേർബ് ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ഓക്സിലറി വേർബ് തന്നിട്ടില്ലാത്ത സെന്റൻസുകളിലാണ് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ രാം സ്റ്റഡീസ് ഹാർഡ്, ഡസൻ ഹി ആണ് ടാഗിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റഡീസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് സ്റ്റഡി ആണ് കിട്ടുന്നത്. അപ്പോൾ ഡസ് എന്താണ്? ഡസ് എന്താണ്? സിംഗുലർ. ഓക്കെ, ഡസ് സിംഗുലർ ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റഡീസ് ഇവിടെ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രാം സിംഗുലർ സബ്ജക്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഡസ് പ്ലസ് സ്റ്റഡി ആണ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആ ഡസിനെയാണ് നമ്മൾ എവിടെ കൊണ്ടുവന്നത്? ടാഗിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ സ്റ്റഡീസിൻ്റെ സ്പെല്ലിംഗ് നോക്കുക. ഇതിനകത്ത് എസ് വന്നിട്ടുണ്ട് അല്ലേ? IES പ്ലൂറൽ ഫോമിൽ ഒരു പ്ലൂറൽ സെൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് പ്ലൂറൽ സെൻസിൽ വരുമ്പോൾ അത് സിംഗുലർ ആണ് കേട്ടോ. അപ്പോൾ സ്റ്റഡീസ് ഈ ES ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡസ് ആണെന്ന് അങ്ങോട്ട് ഉറപ്പിക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇത് ജസ്റ്റ് ട്രിക്കാണ്, അല്ലാതെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്രിക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ദേ ഷൗട്ട് എ ലോട്ട്. ഇവിടെ ഷൗട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷൗട്ടിനെ നമ്മൾ എങ്ങനെയാക്കും? ദേ ഡു പ്ലസ് ഷൗട്ട്. ദേ പ്ലൂറൽ ആണ് അല്ലേ? ഡു പ്ലസ് ഷൗട്ട് ആണ് എന്നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഡു ആണ് ടാഗിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എസ് ഇല്ല, എസിൻ്റെ ഫോം ഒന്നും നമുക്ക് കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ട്രിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് ഇല്ല, അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഡു കൊടുക്കാം.
കൂടാതെ ഇവിടെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡു കൊടുക്കുക. ഉറപ്പിച്ച് ഡു ദേ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുകൂടി നോക്കുക. ഡോണ്ട് ദേ എന്ന് ഒരു ടാഗിൽ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. ഷീ ബോട്ട് എ ഡ്രസ്. ഓക്കെ, ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ശ്രദ്ധിക്കണം, ഡിഡ് ആണ് വരിക. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഡിഡ് പ്ലസ് ബൈ ആണ് ബോട്ട് എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷീ ബോട്ട് എ ഡ്രസ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. അപ്പോൾ ഡിഡ് എന്താണ് ഇവിടെ കൊണ്ടുവരുന്നത്? നമ്മളിവിടെ ടാഗിൽ കൊണ്ടുവരണം. ഡിഡിൻറ്റ് ഷീ എന്ന് വരുന്നു. പ്രോനൗൺ ഷീ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിക്ക് മനസ്സിലായാലും യെസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വെർബിൽ നോക്കുക. യെസ് ഉണ്ടെങ്കിൽ ഡസ് എന്ന് കൊടുക്കാൻ പറ്റും. പ്രോനൗൺ നോക്കി കൊടുക്കുക. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു ട്രിക്ക് മാത്രമാണ്. ഈ സ്പ്ലിറ്റ് മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. ഇനി കൂടാതെ എന്താണ് ഷൗട്ട്, എസ് ഇല്ലെങ്കിൽ നമുക്ക് ഡു കൊടുക്കാം. പാസ്റ്റ് ടെൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡു ഡസ് ഡിഡിൻ്റെ കൺഫ്യൂഷൻ നമുക്കിവിടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഹാസ് ഹാവ് ഹാഡ് വരും. മെയിൻ വേർബായിട്ട് വരുമ്പോഴും ഓക്സിലറി ആയിട്ട് വരുമ്പോഴും ഉള്ള ഡിഫറൻസ് എന്താണെന്ന് അടുത്ത റൂളിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ മെയിൻ വേർബായിട്ട് വരുന്ന ഈ ഹാസ് ഹാവ് ഹാഡ്. ഓക്കെ, ഹാസ് എന്താണ്? സിംഗുലർ ആണ്. ഹാവ് പ്ലൂറൽ ആണ്. ഹാഡ് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മെയിൻ വേർബ് എന്ന് പറയുമ്പോൾ വേറെ വേർബ് ഒന്നും ഉണ്ടായിരിക്കില്ല. മെയിൻ ആയിട്ടുള്ള വെർബ് എന്തായിരിക്കും? ഈ ഹാസ് ഹാവ് അല്ലെങ്കിൽ ഹാഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. ഹി ഹാസ് എ കാർ. ഡസൻറ്റ് ഹി ഹാസ് വന്നപ്പോൾ എന്താണ്? സിംഗുലർ ആണ്. അപ്പോഴും നമ്മൾ ഡൂവിന്റെ ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഡസ് യൂസ് ചെയ്യുന്നു. സിംഗുലർ അല്ലേ? ഡസ് യൂസ് ചെയ്യുന്നു. ദേ ഹാവ് മണി. ഡോണ്ട് ദേ ഹാവ് മണി. ഹാവ് ആണ്. അപ്പോൾ ഡു പ്ലൂറൽ ആയിട്ടുള്ള ഡൂവിന്റെ ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോണ്ട് ദേ. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. ഹി ഹാഡ് ഫീവർ. ഹാഡ് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഡിഡിൻറ്റ് ഹി. ഓക്കെ, അത് ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നതിനെ ബേസ് ചെയ്ത് ടാഗ് ഏതാണ്? പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കൊടുക്കുക. അപ്പോൾ ഹി ഹാഡ് ഫീവർ, ഡിഡിൻറ്റ് ഹി. ഓക്കെ, അപ്പോൾ ഈ മെയിൻ വേർബായിട്ട് വരുമ്പോൾ ഹാസ് ഹാവ് ഹാഡ് മെയിൻ വേർബായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡൂവിൻ്റെ ഫോംസ് ആണ് ടാഗിൽ കൊടുക്കുക. അപ്പോൾ മെയിൻ വേർബ് എന്ന് പറയുമ്പോൾ വേറെ ഒരു വേർബ് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത സെക്ഷൻ ഹാസ് ഹാവ് മെയിൻ വേർബായിട്ടല്ല ഓക്സിലറി ആയിട്ട് വരുമ്പോൾ ഹെൽപ്പിംഗ് വേർബായിട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഷീ ഹാസ് വാണ്ട് us. ഓക്കെ, ഇവിടെ നോക്കുക. ഹാസും ഉണ്ട് വാണ്ടും ഉണ്ട്. അപ്പോൾ ഹാസ് എന്താണ്? ഹെൽപ്പിംഗ് വേർബ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ വാണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹാസ് ഇൻ ഷീ ഹാസ് ഹെൽപ്പിംഗ് വേർബിനെ തന്നെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്നത്, ടാഗിൽ കൊണ്ടുപോകുന്നത്. ഓക്കെ, അല്ലാതെ ഡൂവിൻ്റെ ഫോം അല്ല. ഓക്കെ, ഇത് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തൊരു സെന്റൻസ് നോക്കാം. ദി ബെൽസ് ഹാവ് റങ്. ഹെൽപ്പിംഗ് വേർബ് ആണ് ഹാവ്. ഓക്കെ, ഹാവിൻ്റെ ഫോം തന്നെയാണ് ഇവിടെ പോകുന്നത്. ക്വസ്റ്റ്യൻ ടാഗിൽ പോകുന്നത് ദി ബെൽസ് ഹാവ് റങ്, ഹാവിൻ ദേ. ഓക്കെ, he had been to town. ഓക്കെ, hadn't he എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഹാസ് ഹാവ് ഹാഡ് ഓക്സിലറി ആയിട്ട് വരുമ്പോഴും മെയിൻ വേർബായിട്ട് വരുമ്പോഴും ഉള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ സെന്റൻസിൽ രണ്ട് വേർബ് ഉണ്ടോ എന്ന് നോക്കുക. അതാണ് ഇവിടുത്തെ ട്രിക്ക്. അതായത് ഹാസ് വാണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഷീ ഹാസ് വാണ്ട് us. അപ്പോൾ ഹാസ് വാണ്ട് രണ്ട് കാര്യങ്ങൾ വന്നു. അപ്പോൾ ഹെൽപ്പിംഗ് വേർബ് ആണെന്ന് മനസ്സിലായി. വേറൊരു വെർബ് ഇല്ല. ഹി ഹാസ് എ കാർ. വേറൊരു വെർബ് ഇല്ലെങ്കിൽ ഹാസ് എന്താണ്? ഇവിടെ മെയിൻ വേർബ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിച്ച് ഈ ടാഗ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇനി നമുക്ക് ഏറ്റവും അറിയാവുന്നൊരു കാര്യമാണ് ലെറ്റ്സ് ഗോ എന്നൊക്കെ പറയുമ്പോൾ ലെറ്റേഴ്സ് എന്നുള്ള ഫോം വരികയാണെങ്കിൽ ടാഗ് എന്തായിരിക്കും? ഷാൽ വി ആയിരിക്കും. കൂടാതെ ലെറ്റ് ഹിം, ലെറ്റ് ദെം, ലെറ്റ് ഹെർ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വിൽ യു ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ലെറ്റസ് ഗോ ഷാൽ വി, ലെറ്റ് ഹിം ഡാൻസ് അല്ലെങ്കിൽ ലെറ്റ് ദെം ഡാൻസ്, ലെറ്റ് ഹെർ ഡാൻസ് എന്നൊക്കെ വരുമ്പോൾ വിൽ യു ആയിരിക്കും. അപ്പോൾ അസ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രോനൗൺ ആയിട്ട് അസ്സാണ് വന്നിരിക്കുന്നതെങ്കിൽ ഷാൽ വി ആയിരിക്കും, അല്ലെങ്കിൽ വിൽ യു ആയിരിക്കും. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തത് ഐ
ഐ ആമിൻ്റെ യൂസേജ് ആണ്. ഈ ഐ ആമിന് നെഗറ്റീവ് ഫോം ഇല്ല. ആറിൻറ്റ്, ഓക്കെ, ആറിൻറ്റ് അങ്ങനെ ഐ ആം നോട്ട് എന്ന് യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ആറിൻറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഐ ആമിന് നെഗറ്റീവ് ആണ് ഇല്ലാത്തത്, പോസിറ്റീവ് ഉണ്ട്, ആം ഐ ഉണ്ട്. ഓക്കെ, അതും ഓർത്ത് വെച്ചേക്കുക. അത് നമ്മുടെ ട്രിക്കിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു ട്രിക്ക് അല്ല, ഒരു ടിപ്പാണ്. ഓക്കെ, ഐ ആം ടീച്ചിങ് യു, ആറിൻറ്റ് ഐ. ഓക്കെ, ഇവിടെ സെൻറ്റൻസ് പോസിറ്റീവ് ആയിരുന്നു, നമ്മൾ യൂസ് ചെയ്തത് നെഗറ്റീവ് ടാഗ് ആണ്. ഓക്കെ, നെഗറ്റീവ് ടാഗ് ആറിൻറ്റ് ഐ. ഐ എം നോട്ട് ടീച്ചിങ് യു, ഞാൻ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടാഗ് എന്താണ്? ആം ഐ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു സെക്ഷൻ ഓഫ് ചോദ്യങ്ങളിലോട്ട് പോകാം. ഇനി ദിസ് ദാറ്റ്, ആ ഒരു കോമ്പിനേഷനിൽ എന്താണ് വരുന്നത്? ദിസ് വരുമ്പോൾ ഇറ്റ് ആണ് പ്രോനൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് മൈ കാർ, ഇസ്ൻ്റ് ഇറ്റ്. ഓക്കെ, ദിസ് വന്നു കഴിഞ്ഞാൽ പ്രോനൗൺ ഇറ്റ് ആയിരിക്കും. ഓക്സിലറി സെൻറ്റൻസിന് ഡിപ്പെൻഡ് ചെയ്ത് ഇവിടെ ഈസ് ആണ്, ഇസ്ൻ്റ് ഇറ്റ് വരുന്നു. ദാറ്റ് ഈസ് യുവർ ഹൗസ്, ഇസ്ൻ്റ് ഇറ്റ്. അപ്പോൾ ഈസ് വന്നിരിക്കുന്നു, ഇസ്ൻ്റ് ഇറ്റ്. ഇറ്റ് ദാറ്റ് ആണല്ലോ, അത് കാരണം ഇറ്റ് തന്നെ പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്നു. ഇനി അടുത്ത് നോക്കുക, ദിസ് ബോയ് ഈസ് ഇന്നസെൻറ്റ്. ഇവിടെ ദിസ് ബോയ് എന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ബോയ് ഏത് ജെൻഡർ ആണോ ആ ജെൻഡറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോനൗൺ കൊടുക്കണം. ദിസ് ബോയ് ഈസ് ഇന്നസെൻറ്റ്, ഇസ്ൻ്റ് ഇറ്റ് എന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇസ്ൻ്റ് ഹീ. ഓക്കെ, അപ്പോൾ അങ്ങനെ സെൻറ്റൻസിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് ആ ജെൻഡറിനനുസരിച്ചിട്ടുള്ള പ്രോനൗൺ ആണ് കൊടുക്കേണ്ടത്. ഇതും ഒരു ടിപ്പാണ്. ഓക്കെ, ഇനി അടുത്തൊരു സെറ്റ് ഓഫ് ചോദ്യങ്ങളിലോട്ട് നമുക്ക് പോകാം. ദീസും ദോസും വരുമ്പോൾ നമ്മൾ ടാഗിൽ ദേ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ദേ. ദീസ് ആർ ഗുഡ് സ്റ്റുഡൻസ്, ആറിൻറ്റ് ദേ. ഓക്കെ, ദോസ് ആർ നോട്ടി ബോയ്സ്, ആറിൻറ്റ് ദേ. ഓക്കെ, അപ്പോൾ ദീസും ദോസും വന്നു കഴിഞ്ഞാൽ ദേ ടാഗിൽ ഡയറക്റ്റ് കൊടുത്തേക്കുക. ഇനി ഇംപറേറ്റീവ് സെൻറ്റൻസിൽ ഓർഡറും റിക്വസ്റ്റും, ഓർഡർ അല്ലെങ്കിൽ റിക്വസ്റ്റ് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സിറ്റ് ഡൗൺ, want you ആണ് ടാഗിൽ കൊടുക്കുക. ഓർഡർ ആൻഡ് റിക്വസ്റ്റ് വരും. അപ്പോൾ ഈ ഓർഡർ വരുമ്പോൾ നമ്മുടെ ഇൻറ്റോണേഷനിൽ വ്യത്യാസം വരും. സിറ്റ് ഡൗൺ, ഓക്കെ, want you, sit down, want you, ഇങ്ങനെ രണ്ട് ഇൻറ്റോണേഷനിൽ പറയാം. ഓക്കെ, come here, ഓക്കെ, want you ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇംപറേറ്റീവ് സെൻറ്റൻസിൽ തന്നെ വേറെ ഓഫേഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയാണ്, ഒരു ആസ്കിങ് സംതിങ്, അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ വിൽ യു അല്ലെങ്കിൽ വുഡ് യു യൂസ് ചെയ്യുന്നു. അപ്പോൾ വിൽ യു ആയിരിക്കും നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെയ്യാൻ അങ്ങനെ പറയുകയാണെങ്കിൽ യൂസ് ചെയ്യുക. ഓപ്പൺ ദി വിൻഡോ, വിൽ യു. ഓക്കെ, ഹാവ് സം മോർ ടീ. ഓക്കെ, അതെന്താണ്? ഓഫറാണ് അല്ലേ. വുഡ് യു അങ്ങനെ ചേർത്തോളൂ. ഇനി ഇംപേഷ്യൻസ് ആണെങ്കിൽ, നമ്മൾ സഹികെട്ടൊരവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇംപറേറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കാൺറ്റ് യു ആണ്. ഓക്കെ, കാൺറ്റ് യു. ഇപ്പോൾ നമ്മൾ പറയുന്ന ഇംപേഷ്യൻസ്, സഹികെട്ടു, ഒരാളുടെ വർത്തമാനമൊക്കെ കേട്ട് നമ്മൾ സഹികെട്ടു, ഷട്ട് യുവർ മൗത്ത് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ കാൺറ്റ് യു ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഇംപേഷ്യൻസ്, സഹനം, സഹിച്ചു മടുത്തു, അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കാൺറ്റ് യു. ഓക്കെ, ഇനി അടുത്തത് ലിറ്റിൽ ഫ്യൂ. a little, അറിയാലോ, he knows little about USA. ഓക്കെ, ഇത് നെഗറ്റീവ് ആണ് അല്ലേ. ലിറ്റിൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ്, a little പോസിറ്റീവ് ആണ്. ഫ്യൂ എന്ന് പറയുമ്പോൾ നെഗറ്റീവ്, a few എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ആ സെൻറ്റൻസിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ രണ്ട് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. he knows little about USA and France. ഡസ് ഹി, എന്തുകൊണ്ടാണ് ടാഗ് ഡസ് ഹി വന്നത്? കാരണം സെൻറ്റൻസ് നെഗറ്റീവ് ആണ്, ലിറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഡസ് ഹി. ഈ നോസിനെ സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ ആ ഡസിനെ കണ്ടെത്തിയെടുത്തത്. ഓക്കെ, ഫ്യൂ പീപ്പിൾ ക്യാൻ ലീവ് ഇൻ സച്ച് സർക്കംസ്റ്റൻസ്. ഇവിടെ ക്യാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ക്യാനിന് മോഡലാണ്, ചേഞ്ചസ് ഒന്നും വരില്ല. ക്യാൻ ദേ, ഫ്യൂ ആണ്, നെഗറ്റീവ് ആണെന്ന് അറിയാം. അപ്പോൾ പോസിറ്റീവ് ടാഗ് കൊടുക്കുന്നു, ക്യാൻ ദേ. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിറ്റിൽ എന്താണ്? ലിറ്റിൽ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആണ്, എ ലിറ്റിൽ പോസിറ്റീവ് ആണ്. ഫ്യൂ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്, എ ഫ്യൂ പോസിറ്റീവ് ആണ്. ഇത് ഓർത്തിരുന്നേക്കുക. എന്നാൽ മാത്രമേ ക്വസ്റ്റ്യൻ ടാഗിൽ അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടി പറയാം. They said nothing about your parents, did they? Nothing. They said nothing. Nothing എന്ന് യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ സെൻറ്റൻസ്? നെഗറ്റീവ് ആണ്. Did they? Said ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെഡിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ did
പ്ലസ് എ വന്നു, അങ്ങനെ ഡിഡ് ദേ ആണ് ടാഗിൽ യൂസ് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവ് ടാഗാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു യൂസ്ഡ് ടു എന്നൊരു പോർഷൻ, യൂസ്ഡ് ടു വരുന്ന സെൻറ്റൻസ്. അതിനകത്ത് യൂസ്ഡ് ഇൻ പ്ലസ് പ്രോനൗൺ എന്ന യൂസേജ് ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിപ്പോൾ ആരും യൂസ് ചെയ്യാറ്, ഇങ്ങനെ പഴയതായിപ്പോൾ ഒരു പഴയ ടൈപ്പ് ഒരു യൂസേജാണ്, അത് ആരും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൂവിൻ്റെ ഫോംസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ഇതുണ്ടെങ്കിൽ പോലും ഡു തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും, കാരണം ആൻസർ കീയിൽ ഡൂവിൻ്റെ ഫോംസ് ആണ് കറക്റ്റായിട്ട് വരാറുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക എല്ലാവരും. ഷീ യൂസ്ഡ് ടു ഗോ ടു ടെമ്പിൾ എവറി ഡേ. യൂസ്ഡ് ടു ചേർത്ത് വായിക്കണം. ഷീ യൂസ്ഡ് ടു ഗോ ടു ടെമ്പിൾ എന്ന് വായിക്കുന്നു. ഷീ യൂസ്ഡ് ടു ഗോ ടു ടെമ്പിൾ എവറി ഡേ. ഡിഡിൻ ഷീ, എന്തുകൊണ്ടാണ് ഡിഡിൻ ഷീ വന്നത്? യൂസ്ഡിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു, അപ്പോൾ എന്താണ് ഡിഡ് പ്ലസ് യൂസ് കിട്ടി, അങ്ങനെ ആ ഡിഡ് എടുത്ത് ഇവിടെ ഇടുന്നു. ഓക്കെ, അപ്പോൾ ഡിഡിൻ ഷീ ആണ് നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസിന് ടാഗായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഹി യൂസ്ഡ് ടു സ്മോക്ക് എ ലോട്ട്, എന്തായിരിക്കും? ഡിഡിൻറ്റ് ഹി. ഓക്കെ, മൈ ഗ്രാൻഡ് മദർ യൂസ് ടു ടെൽ മീ സ്റ്റോറീസ്. ഓക്കെ, ഡിഡിൻറ്റ് ഷീ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിരിക്കുന്നു, എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സോടുകൂടി ക്വസ്റ്റ്യൻ ടാഗ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പിന്നെ വർക്കൗട്ട് സെഷൻ എക്സസൈസിൻ്റെ 2 സെഷനും ഇന്നത്തെ സെഷനും നന്നായിട്ട് വാച്ച് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ക്വസ്റ്റ്യൻ ടാഗ് തറവായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.